എൻ്റെ പേര് ബിൻസ് ബാബു എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കൊല്ലം പെരുമ്പഴ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യം അന്നുണ്ടായിരുന്നത് IELTS പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിന് മുൻപ് 7 തവണ ഞാൻ 2019 തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. 7 തവണ ഞാൻ എഴുതി, പാസ്സായില്ല. അന്ന് എൻ്റെ സ്കോർ എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. എനിക്ക് ഒരു രീതിയിലും അത് പാസ്സാവില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല, വീണ്ടും എഴുതി. പക്ഷേ ആ സമയത്ത് എൻ്റെ സഹോദരൻ, ഇപ്പോൾ അവൻ സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നീ കൃപാസനം വഴി ഉടമ്പടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, മാതാവ് തന്നെ മുന്നോട്ട് വന്ന് നിനക്ക് എല്ലാം അന്ന് അവനെ കളിയാക്കി ഞാൻ, ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ അത് പറയണ്ട, നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ നമ്മൾ ജയിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നീ പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നീ അത് ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ആ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യവും എനിക്ക് വലിയ നിഷേധവും ഒക്കെ ആയിരുന്നു. കാരണം എനിക്കിതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഞാനിത് ഫേക്കാണെന്നും പറഞ്ഞിട്ടായിരുന്നു, കാരണം അങ്ങനെയായിരുന്നു പ്രചരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓഗസ്റ്റ് മാസം പരീക്ഷ എഴുതി. അപ്പോൾ അന്ന് വരെയും 6.5 എന്ന് പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ സ്കോറ് ഷടയെന്ന് കയറി 8 കയറി നിന്നു. അപ്പം ഞാൻ അന്നും ഞാൻ ബിബിനോട് പറഞ്ഞു, എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇത് എൻ്റെ കഷ്ടപ്പാട് കണ്ട് ദൈവം തന്ന അല്ല. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മുടെ ഒരു കഴിവാനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്, ആ ഫുൾ സ്കോറും ദൈവത്തിൻ്റെതാണെന്നുള്ളത് നിൻ്റെ മനസ്സിൽ ഒന്ന് കുറിച്ച് കൊള്ളാൻ പറഞ്ഞു. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു 1/4 ജയിച്ചു എന്നുണ്ടെങ്കിലും ഞാൻ അത്രയും കഷ്ടപ്പെട്ടു, അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയെന്നുള്ളൊരു, പൂർണ്ണമായിട്ടും ദൈവത്തെ കൊണ്ട് കൊടുക്കാൻ പോലും എനിക്കത് ഒരു എന്താ പറയുക, ഒരു മടി പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ദൈവത്തിൽ, അതായത് പണ്ട് തൊട്ട് നമ്മളെ പറയുന്നതിന് താൻ പാതി ദൈവം പാതി എന്നുള്ളത്. അപ്പം ഞാൻ അമ്മയോടും സഹോദരനും പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടു, ബാക്കി കർത്താവ് തന്നു. അപ്പോൾ അപ്പോഴും സഹോദരൻ നീ ഇത് മാറ്റി പറയുമെന്ന് പറഞ്ഞു. ശരിയാണത് പിന്നീട് ഞാൻ മാറ്റി പറഞ്ഞു. കാരണം അതിന് ശേഷമുള്ള എക്സാം ആയിരുന്നു CBT എന്നൊരു എക്സാം. അതും ഞാൻ ഇതുപോലെ തന്നെ മനസ്സ്, ആ സമയത്ത് ഉടമ്പടി ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ സ്വയബുദ്ധിയായാലും സ്വന്തം കോൺഫിഡൻസായാലും ഒക്കെ മുന്നോട്ട് തന്നെ ഞാൻ നേടിയെടുക്കുമെന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ ആ സൈഡിൽ കൂടെ അതായത് ഉടമ്പടിയുടെ സീരിയസ്നെസ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ അടുത്ത് എങ്ങനെ ആയിരിക്കണം, ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 3ാമത്തെ ചാൻസിലാണ് ഞാൻ പാസ്സായത്. അന്നും എന്നോട് സഹോദരൻ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഒരു കാരണവശാലും നിൻ്റെ ആ കഴിവ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാതെ പൂർണ്ണമായിട്ടും ദൈവത്തെങ്കിൽ അർപ്പിച്ച് ഈ ഉടമ്പടി എന്തൊക്കെയാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം പിന്തുടർന്ന് പോകാൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ പറഞ്ഞ ഈ വീണ്ടും അതൊക്കെ കഴിഞ്ഞ് UK ചെന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ പോയി. ആ സമയത്ത് അതിനു മുമ്പ് ഉടമ്പടി ഉഴപ്പൊന്നുണ്ടായിരുന്നു. അത് ഇവിടെ വന്നിട്ട് ഉടമ്പടി നവീകരിച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും UK പോയത്. അതിന് തിരുത്തലുകൾ എൻ്റെ മനസ്സിന്, എൻ്റെ ഈ മനസ്സിങ്ങനെ മാറി നിൽക്കും. അപ്പോൾ UK പോയതിന് ശേഷം എനിക്ക് ഉടമ്പടി അപ്പോഴത്തേനും ദിവസങ്ങൾ തീരാറായി. അപ്പോൾ ഉടമ്പടി എടുത്തതിന്, അതായത് ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയൊക്കെ എനിക്ക് അറിയാമെങ്കിലും അത് ഞാൻ എടുത്തിരുന്നില്ല. UK പോയിട്ടൊരു പരീക്ഷയുണ്ട്, യോഗ്യതാ പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഉടമ്പടിയുടെ കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒരു ഉത്സാഹം അതിൽ കാണിച്ചില്ല. അത് പേരിന് വേണ്ടി എപ്പോൾ ഓർക്കുന്നോ 5:30 എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ മടി പിടിച്ചെടുക്കുക, നാളെ ആവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഉഴപ്പ് അതിനകത്തും വന്നു. അപ്പം പക്ഷേ എന്നെ എൻ്റെ ദൈവം കൈവിട്ടില്ല, എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ബുദ്ധിമുട്ടിലും ഓരോ സാഹചര്യങ്ങളും വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും, എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥന പോലും അത് വലിയ പ്രാർത്ഥനയാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. ഞാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കടന്നു വന്നല്ലേ, ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ നിനക്ക് എനിക്ക് തന്നൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതിനുശേഷം ഈ പരീക്ഷയുടെ സമയം വന്നപ്പോഴേക്കും ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ഈ 2 അറ്റംപ്റ്റിൽ പാസ്സാവാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. 3ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ 1 തൊട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു
അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ്, അതായത് ജീവൻ പോവാറായെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഹങ്കാരം എല്ലാം പോകും. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ നേർച്ച നേർന്നു. അങ്ങനെ ആ പരീക്ഷ വളരെ അത്ഭുതകരമായിട്ട് പാസ്സായി. വളരെ അത്ഭുതകരമായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. തിരിച്ച് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം ചോദിച്ചു, നീ എഴുതിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരാണ് എനിക്ക് വേണ്ടി ആ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് അതെല്ലാം പറയിപ്പിച്ചത്. IELTS സ്കോർ 8 ആണെന്നുണ്ടെങ്കിലും ചില സമയത്തൊന്നും നമ്മുടെ വായിൽ ആവശ്യത്തിനുള്ള ഇംഗ്ലീഷ് വരില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള ഭയങ്കര വിക്കും തടയലും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ വളരെ ഫ്ലുവൻ്റായിട്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു, വളരെ ഫ്ലുവൻ്റായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാട്ടിലും അപ്പുറത്തെ ആ മനോഹരമായിട്ട് ആ എക്സാം പാസ്സാവാനും എനിക്ക് വീണ്ടും ജോലിയിലേക്ക് തന്നെ ഏർപ്പെടാനെല്ലാം പറ്റി. ഇതിനിടയ്ക്ക് വേറൊരു തടസ്സമുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നത്. അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ വളരെയധികം സ്വഭാവ ഗുണങ്ങളുള്ള ഒരു നല്ലൊരു കുഞ്ഞിനെയാണ് എനിക്ക് കിട്ടിയത്. 7 വർഷത്തെ എൻ്റെ വേദനകൾക്കപ്പുറം ഒരു കുഞ്ഞിനെ കിട്ടിയത്. 7 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടി. 5-ാം മാസം ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്, വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഒരു വഴിയായിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ അമ്മയും അന്ന് മനസ്സിലായി എനിക്ക് എത്രത്തോളം ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ പോലും ദൈവം നേരിട്ടിറങ്ങി ഒന്ന് കൈവച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ്, അത് 2018 നടന്നത്. 18 കാലഘട്ടത്തിലാണ്. അന്ന് ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സുകളെല്ലാം വെള്ളത്തിലടിയിലായിരുന്നു. അത്രയ്ക്ക് വലിയൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോയതാണ്. 5-ാം മാസം ഗർഭിണിയായിരുന്നപ്പോഴേക്കും അതുവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും ഒന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ ആ കുഞ്ഞ് വരുന്ന ആ ഒരു വരവിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നതായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ ഹസ്ബൻഡ് അന്ന് മാറും, അല്ലെങ്കിൽ നന്നാവും, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് നന്നാവും എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ 5-ാം മാസം ആയപ്പോഴേക്കും അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതിനുശേഷം വളരെയധികം ഉപദ്രവങ്ങൾ, ഭീഷണി, അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരിടുന്നു. ഈ ഞാൻ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവന് വരെ ഭീഷണിയാവുന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയി. അദ്ദേഹം വേറൊരാളുടെ കൂടെ താമസിക്കുകയും കുടുംബം പുലർത്തുകയും ചെയ്യുന്നു. അത് ആ വഴി പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടാൽ പോലും നമ്മളെ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ദൈവമേ, പ്രതികാരം ദൈവത്തിനുള്ളതാണെന്ന് എൻ്റെ സഹോദരൻ എപ്പോഴും പറയും. എൻ്റെ സഹോദരൻ്റെ ഞങ്ങളുടെയൊക്കെ എൻ്റെ അനിയനാണ്, 4 വയസ്സിന് ഇളയതാണ്, പക്ഷേ എൻ്റെ ചേട്ടനെ പോലെയാണ്. എൻ്റെ അമ്മയും പറഞ്ഞു, മോളെ പ്രതികാരത്തിനൊന്നും നിൽക്കണ്ട, എല്ലാം ദൈവത്തിനെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്നെ ദൈവം കരുതുന്നത് ഇങ്ങനെയാണ് കരുതുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണോ എടുക്കുന്നത് അതിനെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിലാണ് എൻ്റെ ദൈവം കരുതുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ മറുതലിച്ചിട്ടുണ്ട് കർത്താവിനോട്. കർത്താവേ, നീ ഇത്രത്തോളം എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയല്ലോ. തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും എണ്ണാതെ മുന്നോട്ട് പോകുന്നൊരു രീതിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്രാവശ്യം UK ഇവിടെ വെക്കേഷന് വന്നിരിക്കുകയാണ്. ഞാനിപ്പം 11-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. പക്ഷെ ഞാൻ ആക്ച്വലി പോകേണ്ടത് 4-ാം തീയതിയാണ്. അപ്പം അതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. ഒരു പ്രാവശ്യം വന്നു വെക്കേഷന് ശേഷം അടുത്ത ആഴ്ച തന്നെ ഒരു പ്രാവശ്യം വന്നു. അപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പോകുന്നതിന് മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ചില കാരണങ്ങളാൽ പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് താല്പര്യമുള്ളൊരു കാര്യത്തിന്, ഇപ്പോൾ ഒരു കല്യാണമാണ് ആലപ്പുഴ നടക്കുന്നതെങ്കിൽ ഞാൻ കല്യാണത്തിന് എങ്ങനെയാണെന്നേലും നമ്മൾ കഷ്ടപ്പെട്ട് വരും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ കുറച്ച് ഉഴപ്പും. അപ്പോൾ ഞാനതൊക്കെ അങ്ങ് മറന്ന് മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങ് വ്യാപൃതിയായി. 4-ാം തീയതി എനിക്ക് പോവാറായി. 4-ാം തീയതി എയർപോർട്ടിൽ പോയിട്ട് എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേനും അവർ സന്തോഷത്തോടെ ഇങ്ങോട്ട് പറഞ്ഞു, വിസ എക്സ്പയർഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഡേറ്റ് പോലും നോക്കുന്നതിൽ അത്രയ്ക്ക് പൊട്ടിയായിരുന്നു ഞാൻ. മാത്രമല്ല, ഈ വിസ എക്സ്പയർഡ് ആയാൽ പോലും BRP എന്നുള്ളൊരു കാർഡ് നമുക്ക് UK നിന്ന് അടിച്ച് കിട്ടും. ആ കാർഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരേണ്ടതായിരുന്നു. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് എപ്പോഴും ഞാൻ വെക്കുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫയലിനകത്താണ്. പക്ഷേ എങ്ങനെയോ കാരണം ഇതെല്ലാം ദൈവം മുന്നിൽ കണ്ടിട്ടുണ്ട്. ഇവൾ അഹങ്കാരം കാണിക്കുന്നതൊക്കെ, ഞാൻ അഹങ്കാരം കാണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ഇത് വ്യതിചലിക്കുന്നതൊക്കെ ദൈവത്തിന് മുൻകൂട്ടി കണ്ട് അവളെ ഒന്നും കൂടെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ആ കാർഡ് എങ്ങനെയോ ആ എക്സാമിൻ്റെ സമയത്ത് എന്തോ ഞാൻ മാറ്റി വെച്ചെന്ന് തിരിച്ച് വെക്കാൻ ഞാൻ മറന്നു. ഞാൻ മറക്കുന്നതല്ല, പക്ഷേ ആ ഫയൽ എൻ്റെ കൊണ്ടാണ്. ഞാൻ വിലയിരുത്തി എടുത്ത് നോക്കിയപ്പോൾ ആ കാർഡില്ല. ആ കാർഡില്ലാത്ത സമയത്ത് ഞാൻ
ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എന്തോ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് പോസ്റ്റൽ വഴി അയക്കുക, അല്ലെങ്കിൽ അത് ഫിസിക്കലി കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, തിരിച്ചൊന്നും കൂടെ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും ടിക്കറ്റ്. അവിടെ നിന്ന് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, അത് എന്തിനാണെന്നറിയാമോ, മാധവനെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം എന്നതായിരിക്കും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ നേർച്ച നേർന്നു, ഞങ്ങൾ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ്, അതൊരു അതായത് എൻ്റെ ഒരു ഉഴപ്പായിരുന്നു അത്. പക്ഷേ ഞാൻ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ എൻ്റെ റൂംമേറ്റിനെ വിളിച്ച് ചോദിച്ചു ആ കാർഡ് അവിടെ ഉണ്ടോ, കാരണം എനിക്കൊരു പേഴ്സിലുണ്ടായിട്ട് എനിക്ക് ഓർമ്മ ദൈവം മാതാവ് തന്നു. എനിക്ക് ആദ്യം ഓർമ്മയില്ലായിരുന്നത് എവിടെയാണെന്നുള്ളത്, കാരണം അത് മാറ്റി വെച്ച് പിന്നെ എവിടെയാണ് വെച്ചതെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, ഒരു പർപ്പിൾ കളർ പേഴ്സിനകത്ത് അതുണ്ട് എന്ന് എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ റൂംമേറ്റിനോട് പറഞ്ഞു, ഒരു പർപ്പിൾ കളർ പേഴ്സ് ഉണ്ട്, അതിനകത്ത് കാണുമെന്ന് പറഞ്ഞാൽ അറിയാതെ പറഞ്ഞു പോയതാണ്. ശരിയാണ്, ഒരു പർപ്പിൾ കളർ പേഴ്സിനകത്ത് ആണ് വെച്ചത്. പക്ഷെ ഞാൻ എപ്പോഴാണ് എങ്ങനെയാണ് വെച്ചതെന്നൊന്നും എനിക്കൊരു പിടിയില്ല, എനിക്കത് ഓർമ്മയില്ല. പക്ഷെ അത് മാതാവ് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നോട് ഫോൺ വിളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്, ഉണ്ട് ചേച്ചി ഉണ്ട്. ഞാൻ വീഡിയോ കോൾ, എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ പറഞ്ഞത് എപ്പം ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ വീഡിയോ കോൾ വന്നപ്പോഴെനിക്ക് കണ്ടു, എനിക്ക് സമാധാനമായി. അപ്പോൾ ഞാൻ പിന്നെ അത് എങ്ങനെ അയക്കും, പോസ്റ്റൽ വഴി വരുമ്പോൾ എനിക്ക് വിശ്വാസമില്ല അത് എങ്ങനെ വരുമെന്ന്. അപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, എനിക്ക് പരിചയത്തിലുള്ള ഒരാൾ 9-ാം തീയതി നാട്ടിൽ വരുന്നുണ്ട്, അത് നേരെ കോട്ടയം വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതാദ്യം കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. 9-ാം തീയതി നാട്ടിൽ വരുന്നു. അപ്പോൾ നാളെ ആൾ വരുവാണ്, എനിക്കത് കളക്ട് ചെയ്യാം, തിരിച്ചു പോകാം. അപ്പോൾ എൻ്റെ സകലവിധ നിരുത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു പാഠം പഠിപ്പിച്ച് തന്ന ദൈവം മാതാവ് എന്നെ, അതായത് കർത്താവ് മാതാവ് വഴി എന്നെ എന്താ പറയുക ഒടുവിൽ ഇതിവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സത്യം ഞാൻ BRP-കാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനല്ല, ഞാൻ ഉഴപ്പുമെന്നും എല്ലാം മുൻകൂട്ടി കാണുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇനി എന്തൊക്കെ, പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഞാൻ എന്ത് നേടുവാണെങ്കിലും എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുവാണെങ്കിലും അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ പാതി എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ക്രെഡിറ്റ് എടുക്കാൻ പോവില്ല. അതായത് നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്നുള്ള ആ ഒരു വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം എന്ന് പറയുന്നത് അതായത് ഒരു 4-ാം ക്ലാസ്സിലെ എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അമൽ അത് പറഞ്ഞു തന്ന ഒരു അസംബ്ലിയുടെ ഇടയ്ക്ക് പറഞ്ഞു തന്ന ഒരു വചനമാണ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു, ഫിലിപ്പിയർ 4:13. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് വചനം. അപ്പോൾ ഇതുവരെയും ഞാനത് കൊണ്ട് നടന്നെങ്കിൽ ഇനി ഒരു പുതിയ വചനങ്ങളുണ്ട്. നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് ബട്ട് ഓൺ യുവർ ഗ്രേസ്. UK-യിൽ എനിക്ക് ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ വന്നതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ കാണുന്ന അവിടുത്തെ സിറ്റിസനോടാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ല, എല്ലാവരോടും പോയി ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഒരു കുഞ്ഞു പേപ്പറിനകത്ത് വചനം എഴുതി, ബൈബിളും കൊണ്ടാണ് പോകുന്നത്, വചനം എഴുതിയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര അനുഗ്രഹങ്ങൾ, എനിക്ക് എന്തോ ഒരു നിറവും എന്തോ ഒരു മാറ്റവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലൊരു ഡിപ്രഷൻ വന്നാൽ അപ്പം തന്നെ അത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു സൂയിസൈഡ് ചിന്ത അല്ലെങ്കിൽ ഒരു നിരാശപ്പെട്ടിരിക്കണം, അപ്പം തന്നെ നമ്മളിപ്പോൾ ഈ TV-യുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മമ്മി പപ്പയെ ഓടി വരത്തില്ലേ, പോയി പടിയിടാ എന്ന് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തച്ച് കടന്നിരിക്കാമെന്ന് പറഞ്ഞാലും മാതാവ് സമ്മതിക്കത്തില്ല. മാതാവ് ഇല്ല, എഴുന്നേക്കുന്നു വേണ്ട, അങ്ങനെ ഒരു ഉണർവും എല്ലാം തന്നു. എനിക്ക് പറയുവാണെങ്കിൽ ഒരുപാട് പറയാം, പക്ഷെ ഞാൻ ചുരുക്കി പറയുകയാണ്, ദൈവത്തിൻ്റെ ഒരു വഴി കൂടെ കള്ളത്തരമില്ലാതെ, ഉടായ്പില്ലാതെ, ഒരു ഷോർട്ട് കട്ട് ഇല്ലാതെ നേരെ പോ എന്ന് പറയുന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ അനുഭവങ്ങൾ വന്നു. ഇനി അത് ഇവിടെ വെച്ച് ഞാനിപ്പം ദൈവത്തോട് പറയും, ദൈവമേ ഞാൻ ഇപ്പോൾ മാതാവോട് പറഞ്ഞതേ ഉള്ളൂ, മാതാവ് ഞാൻ ഇനി ഉടായ്പ കാണിക്കില്ല, ഞാനിപ്പോൾ ഇനി നേരെ പോയി. ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിൻ്റെ കൂടെയുണ്ട്, മാതാവിൻ്റെ കൂടെയുണ്ട്. മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങളും എന്താ പറയുന്നത് സാന്നിധ്യവും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കൃപാസനം ഉടായ്പാണ്, ഫേക്കാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പലരോടും അതൊക്കെ ചുമ്മാ തട്ടിപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടിട്ടുണ്ട്, കൃപാസനം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തന്നെ തിരിച്ചു വരുന്നതുണ്ട്. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, അതൊരു ജീവിത രീതിയാണ്, അതൊരു ദൈവത്തിൻ്റെ വഴിയിൽ കൂടെയുള്ളൊരു ജീവിത രീതിയാണ്.
അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു പ്രഷറൈസ് ഒന്നുമില്ല, ഒരു മതമാറ്റം ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മുടെ ക്രിസ്ത്യൻ പല സഭകളുടെ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ച് ഞാനത് നേരിട്ട് കണ്ട് പലരും അങ്ങനെ മാറി, അവരുടെ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം പലരെയും മാതാവ് വഴി ദൈവത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് എന്നുള്ള ആ ഒരു രീതിയിലേക്കൂടെ കൊണ്ടുവരാനും എന്നെ ദൈവം ഉപകരണമാക്കിയെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാണ്. ജപമാല റാണി ആവേ 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 മരിയ.